ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ലോങ് വീഡിയോ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചായി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആവാറായി തുടങ്ങി, നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് എക്സാമിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള എക്സാം പാഡാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് നിങ്ങൾക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് ചാർട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ ചാർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഐവറി ഷീറ്റും ബാക്ക് ഭാഗത്തായിട്ട് A4 ആണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ വെച്ചിട്ടൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പിക്ചർ വരക്കണം. അതും എന്തെങ്കിലും ഒന്ന് വരച്ചാൽ പോലെ കാണാൻ അത്യാവശ്യം ക്യൂട്ടാവണം. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം മൈമലഡീനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള തന്നെ ആയിക്കോട്ടെ വിചാരിച്ചൊരു പിങ്ക് തീം തന്നെയാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു ഏത് ചെയ്യുന്നുള്ളത്. അവസാനം ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടൊന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ഒരു പിക്ചർ ഫോണിൽ നോക്കി പെൻസിലോണ്ടൊന്ന് വരച്ചെടുത്തു. പിന്നെ അതൊന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ക്ലിപ്പാണ് ചെയ്തെടുക്കേണ്ടത്. ക്ലിപ്പ് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അത് നോക്കിയിട്ട് അതൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എൻ്റെ കയ്യിൽ ഒരു പഴയ എക്സാം പാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് ഇളക്കിയെടുത്തിട്ട് അതിനൊരു പിങ്ക് പെയിൻറ് അടിച്ചിട്ട് അതാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഒറിജിനാലിറ്റിയും കൂടെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അതാവുമ്പോൾ അതിനൊരു വാട്ടർ പ്രൂഫ് പോലെ ഉണ്ടാവും. അപ്പം ഞാനത് ചെയ്യാത്തത് വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിലുള്ള ടാപ്പിന് തീരാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അത് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാവുമ്പം ഒന്ന് വാട്ടർ പ്രൂഫ് ആയിട്ട് നിന്നോ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം വർക്കിംഗ് ആണോ നോക്കണമല്ലോ. അങ്ങനെ ഞാനൊരു പേപ്പർ എടുത്തിട്ടൊന്ന് എഴുതി നോക്കുന്നുണ്ട്. സംഭവം കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.